അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രോക്ക് നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫ്രോക്ക് നൈറ്റിക്ക് തുണി ഇതുപോലെ നാലായിട്ട് മടക്കിയത്, അതായത് നീളത്തിൽ ആദ്യം മടക്കിയിട്ട് പിന്നെ ഇതുപോലെ വട്ടത്തിലും മടക്കി. എന്നിട്ട് ഇതിൻ്റെ ഈ ഫോൾഡ് ഭാഗം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയുള്ള ഈ ഭാഗം ഞാൻ മുകളിലേക്ക് മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈ സ്ലീവ് തയ്ക്കാനായിട്ട് ഈ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. അപ്പം ഞാനത് മുകളിലേക്ക് മാറ്റിയിട്ട് ഈ താഴ് വശം ഉണ്ടല്ലോ, ഓപ്പൺ ഉള്ള ഭാഗം, ഈ ഓപ്പൺ ഭാഗം ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പം അതൊന്ന് ഇവിടെ ലെവൽ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഫ്രോക്ക് നൈറ്റ് തയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നും ആദ്യം അതിൻ്റെ പ്ലീറ്റ്സ് ഇടാനുള്ളത് വെട്ടിമാറ്റും. അപ്പോൾ നമുക്ക് ഇത് നമുക്കിവിടെ മടക്കിയെടുക്കാൻ വേണം. അതുകൂടാതെ ഇവിടെ തയ്യൽ തുമ്പ് വേണം ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ 7 ഇഞ്ചാണ്. നമുക്ക് എത്രയാണോ ഇഷ്ടം, ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല കുറച്ചാണെങ്കിൽ 5 വേണമെങ്കിൽ 5 എടുക്കാം. അപ്പോൾ 5 എടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ചായിട്ട് മാറും നമ്മൾ മടക്കി അടിച്ചും ഇവിടുത്തെ തയ്യൽ തുമ്പ് പോകുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ 6 ഇഞ്ചിന് വേണ്ടി ഞാൻ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. 6 ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഇതങ്ങോട്ട് കട്ട് ചെയ്യാം. ഇത് പ്ലീറ്റ്സ് ഇടാനാണ് കേട്ടോ. അപ്പൊ ഈ ഒരു 2 പീസാണല്ലോ ഇതിൽ വന്നേക്കുന്നത്, അത് തികയില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു പീസ് കൂടി നമുക്ക് കട്ട് ചെയ്യണം. അപ്പൊ ഇത് മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഒപ്പം വെക്കുക. അപ്പൊ താഴെ പ്ലീറ്റ്സ് ഇടാനുള്ളത് നമ്മൾ ഇതുപോലെ വെട്ടിമാറ്റി. ഇനി ഇതിന്റെ ബാക്കിയുള്ളതിലാണ് നമ്മൾ ഫ്രോക്കായിട്ട് നൈറ്റി ആയിട്ട് കട്ട് ചെയ്യുക. നമ്മൾ പ്ലീറ്റ്സ് താഴെ വരുമ്പോൾ ഫ്രില്ലിട്ട് കൊടുക്കുമല്ലോ, അപ്പോഴാണ് നമ്മുടെ നൈറ്റി ഫ്രോക്കായിട്ട് മാറുന്നത്. അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇതുപോലെ ഈ ഫോൾഡ് ചെയ്ത ഭാഗം എൻ്റെ വശത്തേക്ക് ഇട്ടു, ഇത് ഓപ്പൺ ഭാഗം അപ്പുറത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഇഞ്ചാണ്. ഈ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇനി താഴേക്കും 7 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പം ഇങ്ങനെ വരക്കണേക്ക് മുമ്പ് ഇവിടെ നിന്ന് വെറുതെ മാർക്ക് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങോട്ടേക്ക് 7 ഇഞ്ചാണെന്ന് നോക്കുക, കറക്റ്റാണ്. അപ്പം ഇതിങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്താം. അത് ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചിട്ട് ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് വണ്ണം 44 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി ഷേപ്പ് വണ്ണം 40 ആ 40 കുറച്ച് ഇറക്കിയിട്ട് 40 അടയാളപ്പെടുത്തി. ഇനി ഇതിന് തയ്യൽ തുമ്പ് കൊടുക്കാം ഇവിടെയോ, എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിനു മുൻപ് നമുക്ക് ഇവിടെ ഇതിൻ്റെ 7 ഇഞ്ചിൻ്റെ നടുഭാഗം എടുക്കുക. ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്യാം. ഇനി താഴേക്ക് നമ്മുടെ ഈ ഹിപ്പിന്റെ ഭാഗത്ത് 46 ഇഞ്ചെങ്കിലും കിട്ടണം. ഇവിടെയാണ് നമുക്ക് അളവ് വരുന്നത്. അപ്പൊ നമുക്ക് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഇപ്പുറത്തേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ അപ്പോൾ ഇവിടെ ഒന്ന് നോട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം എടുക്കുക, ഇവിടെയും അടയാളപ്പെടുത്തുക. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തയ്ച്ചു പോകാനാണ്. ഇതാണ് നൈറ്റി കട്ടിങ്, അല്ല ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്. ഇനി ഇതിൻ്റെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തത് വിടിച്ചെടുക്കണം.
ഇതിന്റെ കഴുത്തകലം 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് ബാക്ക് പീസാണ്. അപ്പോൾ ഒരു 5.5 ഇഞ്ചില് ബാക്ക് നെക്ക് കൊടുക്കുന്നുണ്ട്. അവര് അത്രയാണ് ഈ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ബോക്സ് ആക്കിയിട്ട് അതിനുള്ളിലൂടെ ഇതുപോലെ റൗണ്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. നമ്മൾ ആ 3 ഇഞ്ച് കഴുത്തകലം തന്നെ കൊടുക്കുക. എന്നിട്ട് താഴേക്ക് വീനെക്കാണ് കേട്ടോ, 7 ഇഞ്ചാണ് കൊടുക്കണത്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ അടിക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒതുങ്ങിയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരല്പം ഇങ്ങോട്ടേക്ക് ഇറക്കി മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്നും ഇതുപോലെ വി ആക്കുക. ഇത്തിരി വിടർന്ന വി ആവാനാണ്. ഇത് ഇതിപ്പോ ഷോൾഡർ ഫിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പൊ ഇത്രയും ഗ്യാപ്പ് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് വി നെക്കിന് കട്ട് ചെയ്യുക. ഇനി കൈക്കുഴി കട്ട് ചെയ്യണം. കൈക്കുഴി ഇവിടെ നിന്നും ഇതൊന്ന് നേരെ വന്ന് ഇങ്ങോട്ടേക്ക് വളച്ചു കൊടുക്കുക. ഇപ്പൊ ഇത് 3/4 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്തു. ഇനി സ്ലീവ് കട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് എടുത്ത് മാറ്റി വെച്ചാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്കിയുള്ളത് ഇനി നമുക്ക് സ്ലീവാണ്. സ്ലീവിൽ നമ്മൾ ഇലാസ്റ്റിക് ആണ് കൊടുക്കുന്നത്. ഇത് ഇപ്പോ ഇവർക്ക് ഇതിലും കൂടുതൽ വേണം, നല്ല ലെങ്ത് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നൈറ്റിയുടെ ഈ 3 മീറ്റർ വിറ്റില് ഇത്രയൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് വെറുതെ നീളത്തിൽ അങ്ങോട്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ചരിച്ചിട്ട് ഇതുപോലെ കൊടുത്തു. അപ്പൊ നമുക്ക് പഫ് കുറച്ച് കിട്ടാനായിട്ട് ഇവിടെ ഒന്ന് ഉള്ളിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ നീളത്തിൽ ഇവിടെ തന്നെ വരിക, ഒരേ അളവിൽ. ഇനി ഇവിടെ നിന്ന് ഒന്ന് ചരിച്ചു കൊടുക്കണം. എന്നാലേ ഇവിടെ നമുക്ക് ഇത്തിരി പഫ് ഇങ്ങനെ വരത്തുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് ലെങ്ത് കൂട്ടാനുണ്ട്. ഇതുപോലെ കിട്ടി. ഇനി ഇവിടെ നോട്ടിട്ട് കൊടുത്തു. ഇനി എനിക്ക് ഈ ആൾക്ക് നമുക്ക് ഇപ്പൊ ഈ അളവൊക്കെ ഹാൻഡ് സ്ലീവ് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇലാസ്റ്റിക് കൊടുക്കുമ്പോൾ ഈ ചെറിയ സ്ലീവായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോ ഈ കസ്റ്റമർക്ക് ഇത്തിരി വലിയ സ്ലീവാണ് വേണ്ടത്. അപ്പൊ അതിനെ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇത്രയും ലെങ്ത് നമുക്ക് കൂട്ടിയെടുക്കാം. ഇവിടെ തയ്യൽ തുമ്പ് പോകുമല്ലോ. അപ്പൊ ഞാൻ അതിന് ഇത്തിരി കൂടി ലെങ്ത് കൂട്ടി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ഈ ഒരു ഭാഗം ഇനി ഇത് നേരെ ലെവൽ ചെയ്യും. അപ്പൊ നൈറ്റിയുടെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. താങ്ക് യു.